ചില സമയത്ത് ദുആ ചെയ്യാൻ കൈനാട് ബന്ധൂല. അതിൻ്റെ അർത്ഥം അള്ളാഹു അവനെപ്പോഴൊന്നും കൊടുക്കാൻ തീരുമാനിച്ചില്ല എന്നതാണ്. ഒരു മനുഷ്യന് ദുആ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പിച്ചോളി, അവൻ അള്ളാഹു എന്തോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിനെ നമ്മൾ കൊടുത്തട്ടെ. ചില ആളുകൾക്ക് ദുആ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്ക് അള്ളാഹു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആ വ്യക്തി കുടുങ്ങനല്ല, അവൻ കുടുങ്ങിയല്ല, അവൻ വലിയ മുതലാളിയാവുന്നല്ല, കുടുങ്ങൂല. ദുആ ദായിമാക്കിയാൽ കുടുങ്ങൂല. അള്ളാഹ് കൊടുക്കാൻ തീരുമാനിച്ചവന് ദുആ ചെയ്യാൻ തോന്നൂല്ല. അവൻ നബിയോട് ഒരാൾക്ക്, നബിക്ക് അള്ളാഹു തആല ശഫാഅത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ഇനി നബിയോട് ശഫാഅത്ത് ചെയ്യാൻ നിനക്ക് ശഫാഅത്ത് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ ആ ലിസ്റ്റിൽപ്പെട്ട ആളായിരിക്കും. നീ വിമർശിക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം കാടാണ്. ആ ശഫാഅത്തിനെ സ്വീകരിക്കപ്പെടുമെന്ന് അള്ളാഹു തആല പറഞ്ഞില്ലേ, താങ്കൾ ശഫാഅത്തിനെ സ്വീകരിക്കപ്പെടുന്നു. അപ്പൊ അത് സെൽഫ് ആട്ടെ, എന്ത് ചെയ്താലും താങ്കൾക്ക് നൽകപ്പെടും, എന്ത് പറഞ്ഞാലും താങ്കൾക്ക് നൽകപ്പെടും. എന്ത് ശഫാഅത്ത് ചെയ്താലും ആ ശഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. അങ്ങയുടെ ശഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. താങ്കളുടെ അങ്ങയുടെ സ്ഥാനത്തെ, അങ്ങനത്തെ ശഫാഅത്തിനെ നബിയെ താങ്കൾ ശഫാഅത്ത് ചെയ്യുക, ആ ശഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. ആര് പറഞ്ഞാലും തള്ളിയാലും റസൂലുള്ള പറഞ്ഞ അല്ലാഹു തആല സ്വീകരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു ഖുത്തത ലൗലാക സൽതുഅത വശ്ഫഅൻ തുശഫഅ വഅംദി ലക അർഫഉ മൻസിലി. ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഖുത്തത രണ്ട് സ്ഥാനങ്ങളുണ്ട്. ലൗലാക ഒന്ന് ലൗലാക്കയുടെ സ്ഥാനമാകുന്നു. അതായത് നബി ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒന്നും അല്ലാഹു തആല പടക്കൂല. അതാണ് ഒരു സ്ഥാനം. പിന്നെ സൽ നബിയെ തങ്ങൾ ചോദിക്കുക, തുഅത്താൻ നൽകപ്പെടും. വശ്ഫഅൻ തങ്ങൾ ശഫാഅത്ത് ചെയ്തോളൂ. തുശഫഅ ആ ശഫാഅത്തെ സ്വീകരിക്കപ്പെടും, താങ്കളുടെ ശഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. വശ്ഫഅൻ തുശഫഅ അതൊക്കെ സൽ തുഅത്തയുടെ ഭാഗമാണ്. നബി എന്ത് ചോദിച്ചാലും അത് കിട്ടും എന്ന്. വശ്ഫഅൻ തുശഫഅ നബിയെ താങ്കൾ ശഫാഅത്ത് ചെയ്താൽ ആ ശഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. പിന്നെ വഅംദി ഇലാക അർഫഉ മൻസിലി. വഅംദി എൻ്റെ ആയുസ്സാണേ സത്യം. ദാക അർഫഉ മൻസിലി അത് ഏറ്റവും ഉന്നതമായ സ്ഥാനമല്ലേ. വഅംദി എൻ്റെ ആയുസ്സാണേ സത്യം. ദാക അർഫഉ മൻസിലി അതിനേക്കാൾ വലിയ സ്ഥാനം എന്താണ്? എന്ത് ചോദിച്ചാലും കിട്ടുക. ആർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്താലും അള്ളാഹു ശഫാഅത്ത് സമ്മതിക്കുക. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ചില ആളുകൾ കളിയാക്കും, ഷഫാഅത്തിന് ഇതിനാണ് നബിയോട് ചോദിക്കുന്നത്, അള്ളാഹു സമ്മതമല്ലാതെ ഷഫാഅത്ത് നൽകപ്പെടില്ലല്ലോ, നീ വിഡ്ഢിനോട് എന്താ വർത്താനം പറഞ്ഞത്. അങ്ങനെ ഷഫാഅത്തിനെ കളിയാക്കി എത്ര ആളുകൾ കഴിഞ്ഞുപോയി. മനസ്സിലായില്ല. അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മൻ ദല്ലദീ യശ്ഫഉ ഇല്ലാ ബിഇദ്നി. അള്ളാഹിൻ്റെ അടുക്കൽ അള്ളാഹിൻ്റെ സമ്മതമില്ലാതെ ആരാണ് ശുപാർശ ചെയ്യാൻ, ഷഫാഅത്ത് ചെയ്യാൻ. അപ്പോൾ ഷഫാഅത്ത് ചോദിക്കുന്നില്ലെന്ന് അർത്ഥമില്ല. ഷഫാഅത്ത് ചെയ്യണമെങ്കിലും ഷഫാഅത്തിന് സമ്മതം കൊടുക്കണ്ടേ. അതിനിവിടെ ഷഫാഅത്തിന് എന്ത് ചോദിച്ചാൽ സമ്മതം അഡ്വാൻസ് കൊടുത്താലോ. ഇവിടെ ഒരാൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഷഫാഅത്ത് ചെയ്യാൻ. ഇത് ഈ വിഡ്ഢിക്ക് മനസ്സിലാവണില്ല. വശ്ഫഅതു ഷഫാഅത്ത് അങ്ങ് ഷഫാഅത്ത് ചെയ്തോളൂ, ഷഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. ഇത് ദുന്യാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മനസ്സിലായില്ല. അള്ളാഹു ഓർഡർ കൊടുത്തിട്ടുണ്ട് ആർക്ക്? റസൂലുള്ളാഹിക്ക്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ മങ്കൂസ് മൗലിദ് ചില ആളുകൾ കളിയാക്കും. എന്ത് മങ്കൂസ് മൗലുണ്ടല്ലോ ഒരു വരി, തുടക്കത്തിൽ തന്നെ ഒരു വരി, എന്ത് الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاعيا سيدي خير النبي شفاعة هب لنا ഞങ്ങൾക്ക് ഷഫാഅത്ത് തരണം നബിയേ. അപ്പോൾ ചില ആളുകൾ കളിയാക്കും, ഷഫാഅത്ത് എന്തിനാ നബിനോട് ചോദിക്കണം, അള്ളാഹിനോടല്ലേ ചോദിക്കണ്ട്. ഇവിടെ വശ്ഫഅൻ തുശഫഅ നിങ്ങൾ ഷഫാഅത്ത് ചെയ്തോളൂ, നിങ്ങൾ ഷഫാഅത്തിനെ സ്വീകരിക്കപ്പെടുമെന്ന് ദുന്യവി ജീവിതകാലത്ത് തന്നെ അള്ളാഹു തആല ആർക്ക് അറിയിച്ചിട്ടുണ്ട്? അവർ റസൂലുള്ളാഹിക്ക് ഷഫാഅത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അള്ളാഹു റസൂലുള്ളാഹിക്ക് സമ്മതം കൊടുത്തിട്ടുണ്ട് ഷഫാഅത്തിൽ. ഇനി വേറൊരു വർത്താനത്തിന് ആവശ്യമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് റസൂലുള്ളാഹി, അപ്പം നമ്മൾ റസൂലുള്ളാഹിനോട് ഷഫാഅത്തിനെ ചോദിക്കുന്നു, നബി ഞങ്ങൾ ഷഫാഅത്ത് ചെയ്യണേ. എന്തുകൊണ്ടാണ് ഷഫാഅത്തിന് നമ്മൾ നബിയോട് ചോദിക്കുന്നത്?
ആർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പറയലിനനുസരിച്ച് അത് വരും. ഒരാൾക്ക് നബിയോട് ഷഫാഅത്ത് ചോദിക്കണമെങ്കിൽ തന്നെ ഓൻ ആ ലിസ്റ്റിലുള്ള ആളായിരിക്കണം. നിങ്ങൾ ചോദിക്കാൻ തോന്നൂല. ഇപ്പം ദുആ, ഒരാൾക്ക് ദുആ കൂടുതൽ ചെയ്യാൻ ഒരു തോന്നലുണ്ടെങ്കിൽ എന്താതിനർത്ഥം? ഒരാൾക്ക് ദുആ ചെയ്യാൻ മടിയാണ്, ഒരാൾക്ക് ദുആ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അർത്ഥം? രണ്ടർത്ഥം. ഒരാൾക്ക് ദുആ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ദുആ ചെയ്യും. എന്താതിനർത്ഥം? വയറ് പറഞ്ഞോളി, നിങ്ങൾക്ക് ഞാനൊരു സ്റ്റേജും കൂടി കെട്ടിത്തരാം. നല്ല വിഡ്ഢികളെ. അതിൻ്റെ അർത്ഥം അള്ളാഹു ഇവന് എന്തോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. ആ സമയത്ത് ചോദിക്കാൻ അവന് തോന്നുള്ളൂ. ചില സമയത്ത് ദുആ ചെയ്യാൻ കൈനട് വന്നൂല. അതിൻ്റെ അർത്ഥം അള്ളാഹു അവനെപ്പോഴൊന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. ഒരു മനുഷ്യന് ദുആ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓർപ്പിച്ചോളി, അവൻ അള്ളാഹു എന്തോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളപ്പെടുത്തട്ടെ. ചില ആളുകൾക്ക് ദുആ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്ക് അള്ളാഹു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ആ വ്യക്തി കുടുങ്ങിയല്ല, അവൻ കുടുങ്ങിയല്ല, അവൻ വലിയ മുതലാളിയാവുന്നല്ല, കുടുങ്ങൂല. ദുആ ദായിമാക്കിയ ആൾ കുടുങ്ങൂല. അള്ളാഹ് കൊടുക്കാൻ തീരുമാനിച്ചവന് ദുആ ചെയ്യാൻ തോന്നൂല്ല. അവൻ നബിയോട് ഒരാൾക്ക്, നബിക്ക് അള്ളാഹു തആല ഷഫാഅത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ഇനി നബിയോട് ഷഫാഅത്ത് ചെയ്യാൻ നിനക്ക് ഷഫാഅത്ത് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ ആ ലിസ്റ്റിൽപ്പെട്ട ആളായിരിക്കും. നീ വിമർശിക്കുകയാണെങ്കിൽ നിന്റെ കാര്യം കാടാണ്. അതിൻ്റെ അർത്ഥം പഠിച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിയെ താങ്കൾ ഷഫാഅത്ത് ചോദിക്കുക, ആ ഷഫാഅത്തിനെ സ്വീകരിക്കപ്പെടുമെന്ന് അള്ളാഹു തആല പറഞ്ഞില്ലേ? താങ്കൾ ഷഫാഅത്തിനെ സ്വീകരിക്കപ്പെടുന്നു. അപ്പൊ അത് എന്ത് ചെയ്താലും താങ്കൾക്ക് നൽകപ്പെടും, എന്ത് പറഞ്ഞാലും താങ്കൾക്ക് നൽകപ്പെടും. എന്ത് ഷഫാഅത്ത് ചെയ്താലും ആ ഷഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. അപ്പൊ അതൊക്കെ സെൽത്തുഅത്താന്റെ ഭാഗമാണ്. നബിയോട് എന്ത് ചോദിച്ചാലും നൽകപ്പെടും, നബി എന്ത് ചോദിച്ചാലും അതും നൽകപ്പെടും. നബിയുടെ പ്രത്യേകതയാണ്. നബി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും, നബിയോട് എന്ത് ചോദിച്ചാലും അതും നൽകപ്പെടും. ഇത് വേറൊരു നബിക്കും ഇല്ലാത്ത അർഹതയാണ്. നബി അള്ളാഹുവോട് എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും, നബിയോട് ഒരു വ്യക്തി എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും. ഷഫാഅത്തിന്റെ അധികാരം അള്ളാഹു ഹബീബ നബി കൊടുത്തു. നബിയെ താങ്കൾ ശുപാർശ ചെയ്തോളൂ, താങ്കൾ ഷഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. അപ്പോൾ ഒരാളിനക്ക് വേണ്ടി നബി ഷഫാഅത്ത് ചെയ്താൽ അതിങ്ങോട്ട് പറയണ്ട എന്നൊരു വാക്ക് അള്ളാഹു തആല പറയില്ല. കാരണം നബി ആർക്ക് ഷഫാഅത്ത് ചോദിച്ചാലും അത് കൊടുക്കുന്ന നബിയുടെ അള്ളാഹിന്റെ നേരത്തുള്ള വാഗ്ദത്താണ്. അപ്പോൾ ഒരാൾ ആരോട് ഷഫാഅത്ത് ചോദിച്ചു? മനസ്സിലായില്ലേ കുട്ടികൾ? ഒരാൾ റസൂലുള്ളാഹിനോട് ഷഫാഅത്ത് ചോദിച്ചാൽ ഇത് ഈ വിശ്വാസപ്രകാരമാണ് ചോദിക്കണത്. നബി എനിക്ക് ഷഫാഅത്ത് ചെയ്തിട്ടെങ്കിൽ അള്ളാഹു തആല അത് തള്ളൂല. കാരണം നബി ആർക്ക് ഷഫാഅത്ത് ചെയ്താലും അത് തള്ളൂല എന്ന് അള്ളാഹ് നേരത്തെ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആ ലിസ്റ്റ് കയറ്റി തരണം. മനസ്സിലാണല്ലോ പറഞ്ഞത്? ചിന്തിക്ക്. ഏതോ കോരൂനോടല്ലല്ലോ പറഞ്ഞ, മുത്തുനബിയോടല്ലേ. ആ മുത്തുനബി അള്ളാഹു തആല സമ്മതം കൊടുത്ത ആൾ എന്ന നിലക്കല്ലേ നബിയോട് നമ്മൾ ചോദിക്കുന്നത്? ഇതിലെന്ത് ശിർക്കും ബിദ്അത്തുള്ളത്? അപ്പൊ കണ്ടവരോടൊക്കെ നിങ്ങൾ എനിക്ക് ശുപാർശ എന്ന് ആരെയും പറയലുണ്ടോ? ഞാൻ രക്ഷപ്പെടാൻ നിങ്ങൾ ദ്വാരക്കിന്ന് പറയും. നിങ്ങൾ പരലോകത്ത് എനിക്ക് ശുപാർശ ചെയ്യണമെന്ന് ആരെങ്കിലും ആരോടെയും പറയാറുണ്ടോ? ഇത് ആരോടാ പറയണത്? ആരോടാ പറയണത്? ഹബീബ റസൂലുള്ളാഹിനോടാ ഇത് പറയാം. പിന്നെ ഭാര്യ ചിലപ്പോൾ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, സ്നേഹിതനോട് പറയും, ഇത് നാളെ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തി തരണേ. അതൊരു മുഅ്മിനായ മനുഷ്യനെ രക്ഷപ്പെട്ടാൽ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അർഹത അല്ലാഹു തആല അവിടെ നിന്ന് അഹരിച്ചു. മൻ അറഫ്തും, നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോളി എന്ന് അല്ലാഹു തആല പറയും. ഞാനിപ്പോൾ മുസ്കുട്ടിയോട് പറയാം, മുസ്കുട്ടി ഇജ്ജ് നാളെ രക്ഷപ്പെടുകയാണെങ്കിൽ ഇന്നെ രക്ഷപ്പെടുത്തി തരണേ, അങ്ങനെ പറയാം. അല്ലാതെ ഇജ്ജിനക്ക് ഷഫാഅത്ത് ചെയ്യണമെന്ന് എങ്ങനെ അവനോട് പറയാം? ഓൻ രക്ഷപ്പെടുന്ന എന്ത് ഉറപ്പാണ്? ഇവിടെ ഉറപ്പുള്ള ആളാണ് ആര്? ആര്? മുസ്തഫ റസൂലുള്ളാഹി. അത് പറയാ. ആ ആൾ ഷഫാഅത്ത് ചെയ്യാൻ അള്ളാഹിന്റെ സമ്മതമുണ്ട്.
ഇത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ള അർഹതയാണ്. ഈ ലോകത്തെ എല്ലാവിധ മനുഷ്യരും കൂടിയിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ നബിമാരുടെ അടുത്തും പോയിട്ട് പറയും ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരീൻ. അവർക്ക് രക്ഷപ്പെടുത്തി കൊടുക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? ആ അധികാരം അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടില്ല. എന്ത് ചോദിച്ചാലും കിട്ടും എന്നൊരു അധികാരം കൊടുത്തിരുന്നെങ്കിൽ, ആ അധികാരം ആദം നബിക്കുണ്ടെങ്കിൽ ജനങ്ങളെ ഞങ്ങളിവിടെ മഹ്ശറിൽ നിന്ന് കുടുങ്ങിയിട്ടുണ്ട് എന്ന് ജനങ്ങൾ വന്ന് ആദം നബിയോട് പറയുമ്പോൾ അത് അപ്പം തന്നെ രക്ഷപ്പെടുത്തി കൊടുക്കാമല്ലോ. പക്ഷെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നില്ലല്ലോ. ഇല്ല നബിയുൽ മുസ്തഫ, ഹബീബായ നബി അല്ലാത്ത ഒരാളും രക്ഷപ്പെടുത്തി കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് അർഹതല്ല. നബിക്കുണ്ട് രണ്ട് സ്ഥാനങ്ങൾ ഉണ്ട്. ഒന്ന് ലൗലാക്കയുടെ സ്ഥാനമാണ് എന്ന്. അത് രണ്ടാമത്തെ സ്ഥാനമാണ്. തങ്ങൾ എന്ത് ചോദിച്ചാലും താങ്കൾക്ക് നൽകപ്പെടും. താങ്കളോട് എന്ത് ചോദിച്ചാലും നബിയോട് ഒരാൾ പറയുകയാണ് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നൽകപ്പെടും. വഷ്ഫഅൻ, താങ്കൾ ഷഫാഅത്ത് ചെയ്യുക. താങ്കൾ ഷഫാഅത്തിനെ സ്വീകരിക്കപ്പെടും. ഇത് റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ മഖാമാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കുക, എന്ത് ശുപാർശ ചെയ്താലും സ്വീകരിക്കുക. ഇതൊറ്റ വിഷയമാണ് രണ്ടും കൂടി, അതുകൊണ്ട് ഒന്നാക്കിയത്. പിന്നെ എൻ്റെ ആയുസാണേ സത്യം, അത് ഏറ്റവും ഉന്നതമായ സ്ഥാനമല്ലോ. അത് ചെറിയ സ്ഥാനമല്ല, വലിയ സ്ഥാനമല്ലേ. എന്തുകൊണ്ട്? എന്ത് ചോദിച്ചാലും ശഫാഅത്ത് സ്വീകരിക്കപ്പെടുക, എന്ത് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയാതിരിക്കുക, ഉന്നതമായ സ്ഥാനമല്ലേ. എന്ത് അവിടുന്ന് കൂട്ടി, അവിടുന്ന് ഒരുമിച്ച് കൂട്ടി. ലിവാഉൽ ഹംദിൽ ഒരുമിച്ച് കൂട്ടി. വൽ ഫഖ്രി, ലിവാഉൽ ഹംദി വൽ ഫഖ്രി, സ്തുതിയുടെയും അഭിമാനത്തിൻ്റെയും പതാകയിൽ ഒരുമിച്ച് കൂട്ടി. സയ്യിദൻ, നേതാവെന്ന നിലയിൽ ഒരുമിച്ച് കൂട്ടി. ലിൽ ആബായി വല്ലബനായി, ബാപ്പമാരെയും മക്കളെയും ഒക്കെ. അഫ്ളല മൗഇലി, അഭയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അഭയം എന്ന നിലക്ക്. അതായത് മുസ്തഫ നബി ഒരുമിച്ച് കൂട്ടി. ലിവാ അൽ ഹംദി, ഹംദിന്റെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടി. വൽ ഫഖ്രി, ഫഖ്റിന്റെയും. ഹംദ് ഫഖ്റിന്റെ ലിവാവ്. അതിന് ഹംദിന്റെ ലിവാ എന്നും പറയും, ഫഖ്റിന്റെ ലിവാ എന്നും പറയും. ഹംദിന്റെ ലിവാ എന്നാൽ ലോകത്താദ്യമായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. അഹമ്മദ് എന്ന് പേരുള്ള നബിയും ഏറ്റവും ഹംദ് ചെയ്ത ആൾ എന്ന നിലക്ക് അഹമ്മദ് എന്ന പേരുള്ള ആളും മുഹമ്മദ് മുസ്തഫയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഹംദ് ചെയ്ത, ഏറ്റവും ഹംദ് ചെയ്ത ആൾക്ക് അല്ലാഹു പതാക കൈ കൊടുക്കും. ആ ആൾ ഒരുമിച്ച് കൂട്ടും ആ പതാക കീഴിൽ. ആരെ? ലിൽ ആബായി വല്ലബനായി, പാപ്പമാരെയും മക്കളെയും എല്ലാം. അഫ്ളല മൗഇലി, അഭയം നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായി അഭയം നൽകുന്ന ആൾ എന്ന നിലയിൽ. وهذا لواء الحمد والفقر سيدا للآباء والأبناء أفضل موئلي. വഹാസാ, പുണ്യ റസൂൽ ഒരുമിച്ച് കൂട്ടി. ലിവാ അൽ ഹംദി, ഹംദിന്റെ കുടിക്കീഴിൽ. വൽ ഫഖ്രി, ഫഖ്റിന്റെയും കുടിക്കീഴിൽ. ലിവാ അൽ ഹംദ് പറഞ്ഞാൽ ഹംദിന്റെ കുടി. തന്നെ ലിവാ ഉൽ ഫഖ്ർ. ലിവാ ഉൽ ഹംദി വൽ ഫഖ്രി, ഹംദിന്റെയും അഭിമാനത്തിൻ്റെയും. ഫഖ്ർ, അഭിമാനം, അഭിമാനത്തിൻ്റെയും കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടി. സയ്യിദൻ, നേതാവെന്ന നിലയിൽ ഒരുമിച്ച് കൂട്ടി. ലിൽ ആബായി, ബാപ്പമാരെയും. വൽ അബ്നാഇ, മക്കളെയും. അപ്പം റസൂലുള്ളാഹിന്റെ ബാപ്പാര് ആ കൊടിക്കീഴിലാണ്. ആദം നബി ആ കൊടിക്കീഴിലാണ്. ഇബ്രാഹിം നബി ആ കൊടിക്കീഴിലാണ്. റസൂലുള്ളാഹിന്റെ വല്യാപ്പാണ് ഇബ്രാഹിം നബി, വലിയ വല്യാപ്പയാണ് ആദം നബി. ഇവരൊക്കെ ആ കൊടിൻ്റെ കീഴിലാണ്. വഹാസ ലിവാ അൽ ഹംദി വൽ ഫഖ്രി സയ്യിദൻ ലിൽ ആബാഇ വൽ അബ്നാ. പിന്നീടുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടി, പണ്ടുള്ള വാപ്പാരി ഒരുമിച്ച് കൂട്ടി. അപ്പോൾ ഈ ലോകത്ത് അള്ളാഹു സ്വീകരിച്ച എല്ലാ സ്വാലിഹ്യങ്ങളും ആരെ ചോട്ടിൽ വരും? ആ കൊടിൻ്റെ ചോട്ടിൽ വരും, ആ കൊടിക്കീഴിൽ വരും. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ കൊടിക്കീഴിൽ കൂടെ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഞങ്ങൾക്കും തൗഫീഖ് തരണമേ റബ്ബേ. ഞങ്ങളെ ആ കൊടിക്കീഴിലാക്കി തരണമേ റബ്ബേ.
ആ കൊടിക്കീഴിൽ ഞങ്ങളെയും ആക്കി തരണമേ റബ്ബേ. ആ കൊടിക്കീഴിൽ ഞങ്ങളെയും ആക്കി തരണമേ റബ്ബേ. ആ കൊടിക്കീഴിൽ ഞങ്ങളെയും ആക്കി തരണമേ റബ്ബേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മാൻ റഹീം. പിന്നെ وهذا لواء الحمد والفقر سيدا للآباء والأبناء أفضل موئلي فبرهام هذا العبد فيه تشفعا وفي صحبه في عاجل ومؤجل فبرهام هذا العبد ഈ അടിമയായ ഇബ്രാഹിം ഉണ്ടല്ലോ, ഫീഹി ആ ഇബ്രാഹിമിലും നീ താങ്കൾ ഷഫാഅത്ത് തശഫഅൻ താങ്കൾ ഷഫാഅത്ത് ചെയ്യണം നബിയെ. വഫി സഹ്ബിഹി ഇബ്രാഹിമിൻ്റെ സഹ്ബിലും ഇബ്രാഹിമിൻ്റെ കൂടെ കൂടിയവരിലും താങ്കൾ ഷഫാഅത്ത് ചെയ്യണം. ബർഹാം എന്നതൊരു ചുരുക്കവാക്കാണ്. ഏത് വാക്കിൻ്റെ? ഇബ്രാഹിം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എന്ത്? ബർഹാം. അറബികൾ ആഫ്രിക്കക്കാർ പ്രത്യേകിച്ചും ബർഹാം എന്നറിയും ഇബ്രാഹിമിന്. ഫബർഹാം ഹാദൽ അബ്ദു ഈ നിസാരനായ ബർഹാം ഉണ്ടല്ലോ, ബർഹാം പറഞ്ഞാൽ ഇബ്രാഹിം. ഫിഹി ആ ഇബ്രാഹിമിൽ തശഫഅൻ നബിയെ താങ്കൾ ഷഫാഅത്ത് ചെയ്യണം. വഫി സഹ്ബിഹി ആ ഇബ്രാഹിമിൻ്റെ കൂടെ കൂടിയവരിലും ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇബ്രാഹിം നിയാസിൽ കൗലാഖി തങ്ങളെയാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. എൻ്റെ കൂടെ കൂടിയവരിലും ആ ഷഫാഅത്ത് ചെയ്യണം. ഷഫാഅത്ത് കയറിയാൽ രക്ഷപ്പെട്ടു. ഷഫാഅത്ത് കയറിയാൽ രക്ഷപ്പെട്ടു. അല്ലാഹു തആല ആ ഷഫാഅത്തിൽ നമ്മളെ കൂട്ടിത്തരട്ടെ. ഷഫാഅത്തിൽ അല്ലാഹു നമ്മളെ കൂട്ടിത്തരട്ടെ. മുത്തുനബിൻ്റെ ഷഫാഅത്തിൽ, മുത്ത് റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്ത്. അവിടെ ആരും ഉണ്ടാവില്ല, പെണ്ണുങ്ങളുണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഒരാളുണ്ടാവില്ല. അവിടെ ഷഫാഅത്തിന് അധികാരം മുത്തുനബിക്കാണ്. അവിടെ ആരും ഉണ്ടാവില്ല കുട്ടികളെ. റസൂലുള്ളാഹി ആർക്ക് ഷഫാഅത്ത് ചെയ്തോ രക്ഷപ്പെടും. فبرهام هذا العبد فيه تشفع في صحبه. ബർഹാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നിയാസിൽ കൗലാഖിയാണ്. فبرهام هذا العبد فيه تشفعا وفي صحبه في عاجل ومؤجل. فبرهام هذا العبد ഈ അടിമയായ ഇബ്രാഹിം ഉണ്ടല്ലോ, ഫീഹി ആ ഇബ്രാഹിമിൽ തശഫഅൻ നബിയെ താങ്കൾ ഷഫാഅത്ത് ചെയ്യണം. വഫി സഹ്ബിഹി ഇബ്രാഹിമിൻ്റെ കൂടെ കൂടിയവരിലും ആ കൂടെ കൂടിയവരുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളിപ്പോൾ 200 ഈ ബൈത്തിൻ്റെ എത്രാമത്തെ ക്ലാസ്? അത് 297 ക്ലാസ്. 297 ക്ലാസ്. ഫിഹി തശഫഅൻ. അപ്പോൾ നമ്മൾ അവരെ പിന്നാലെ കൂടിയതാണ്. ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങളെ പിന്നാലെ കൂടിയവരാണ് നമ്മൾ. അവിടുത്തെ സഹ്ബിൽ അല്ലാഹു നമ്മളെയും ചേർത്ത് തരട്ടെ. വഫി സഹ്ബിഹി തശഫഅൻ വഫി സഹ്ബിഹി فبرهام هذا العبد فيه تشفعا وفي صحبه في عاجل ومؤجل. في عاجل ഈ ലോകത്തെ രക്ഷയിലും, ആജിൽ വമുഅജ്ജൽ പരലോകത്തെ രക്ഷയിലും ഷഫാഅത്ത് ചെയ്യണം. അപ്പം ഈ ലോകത്ത് ഞാൻ നന്നാക്കി തരണം, ഈ ലോകത്ത് നന്നാക്കി തരണം. നല്ലവനായി തീരാനുള്ള നബിയുടെ ശുപാർശ അള്ളാഹിനോട് നബി ഇന്ന് പറയാ. ഇന്നിപ്പോൾ നമ്മൾ റൗള ഷരീഫ് പോയിട്ട് എന്താ പറയുക? എന്താ നമ്മൾ റൗള ഷരീഫ് പറയേണ്ട വർത്താനം പറയും? അത് പറയും, അത് ആദ്യം പറയും. നമ്മൾ റൗള ഷരീഫ് എന്താ പറയേണ്ടത്? പെരപ്പണി തുടങ്ങിയിട്ടുണ്ട്, പിന്നെ എന്താ പറയുക, മാർത്തിട്ടില്ല എന്ന് പറയാം. അതാണോ നബിനോട് പറയേണ്ടത്? 10-25 വയസ്സായി ഇതുവരെയും പെണ്ണിട്ടിട്ടില്ല, അതാണോ നബിനോട് പറയേണ്ടത്? പറയാം. എന്താ നമ്മൾ പറയേണ്ടത്? നബിനെ അല്ലാഹു എന്തിനാ പറഞ്ഞേച്ച് എനിക്ക് കല്ലും മണ്ണ് വാങ്ങിത്തരാനോ? നബിനെ അല്ലാഹു എന്തിനാ പറഞ്ഞേച്ച്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, ജനങ്ങളെ ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത് യഥാർത്ഥ മുഅ്മിനാക്കുക എന്ന പണിക്കാൻ ആരെ പറഞ്ഞേച്ച്? അപ്പോൾ റൗളാൻ്റെ അടുക്കൽ അതാണ് പറയേണ്ടത്. എൻ്റെ പാസ്പോർട്ട് കിട്ടിയില്ലെന്നോ, NOC ശരിയായിട്ടില്ലെന്നോ, അറബി മോശമാണെന്നോ അതൊക്കെ പറഞ്ഞൂടെ? അതൊക്കെ 100-ാം നമ്പർ കാര്യമാണ്. അത് കിട്ടിയാൽ എന്ത്, കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത്. അറബി ശരിയല്ലെങ്കിൽ അവിടുന്ന് പോരണം എന്നല്ല. എന്താ കച്ചവടം പൊട്ടിയാലെന്താ? കച്ചവടം പൊട്ടി, എന്നിട്ടിപ്പോൾ ആകാശം പൊളിഞ്ഞാടി അല്ല. കച്ചവടം പൊട്ടിയാൽ എന്താ ചങ്ങായി? ഒരുത്തൻ്റെ കച്ചവടം പൊട്ടി, ഒരുത്തന് പണിയില്ല, അവൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല, അതിനിപ്പോൾ എന്താ പറയുന്നത്?
അതാണോ നബിനോട് പറയേണ്ടത്? ഈ ദുനിയാവിലെ പെണ്ണുങ്ങളിൽ പകുതിയിലേറെ പെണ്ണുങ്ങളും പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ട് ആ നബിനോട് പറയേണ്ട വർത്താനം എന്താ നബിനോട് പറയേണ്ടത്? പറയല ചങ്ങായി, വിഡ്ഢിയായ മനുഷ്യ, എന്താ നബിനോട് പോയി പറയേണ്ടത്? നബിയെ അള്ളാഹു തആല പറഞ്ഞേച്ച് എന്തും പറഞ്ഞൂടെ, എന്തും പറയാം, പക്ഷെ മർമ്മപ്പെട്ടത് പറയണല്ലോ. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇജ് പ്രധാനമന്ത്രിനെ കാണാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഇജ് പറയേണ്ടത് ഇന്നലെ വൈകുന്നേരം അരി വാങ്ങിയിട്ടില്ലെന്ന്. അത് എനിക്ക് ഇവിടുത്തെ ഏതെങ്കിലും KMCസിൻ്റെ ഇവിടെ പോയി പറയാൻ കിട്ടൂലേ? എന്താ അയാളോട് പറയേണ്ടത്? അയാളോട് പറയേണ്ടത് അത്രയും വലിയ കാര്യമായിരിക്കണം. പ്രധാനമന്ത്രിനെ കാണാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ട് അയാൾ എന്തെങ്കിലും അയാളെ കയ്യിൽ നിന്ന് എനിക്ക് ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ കിയാമനാൾ വരെ എനിക്കും എൻ്റെ കുട്ടികൾക്കും ഇവിടെ ഇന്ത്യയിൽ അഭിമാനത്തോടു കൂടി ആരെ മുന്നിൽ കൈ നീട്ടാളെ ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി തരണം. ഇതായോട് പറയാം. അയാൾ വിചാരിച്ച കഴിയും. എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കിയാമനാൾ വരെ വളരെ ഈസിയായി പഠിപ്പിക്കാനും ജോലി കൊടുക്കാനും ഒരു വിധി എഴുതി വെക്കാൻ അയാൾക്ക് കഴിയും. അത് അയാളോട് പറയണ്ട. അല്ലാതെ ഇന്നലെ രാത്രി അറിയിച്ചിട്ടില്ല എന്നല്ല, അയാൾ അതിന് നിർത്തിയാണല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അയച്ചത് എന്തിനാണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കി, ജനങ്ങളെ ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് അങ്ങനത്തെ വർത്താനാണ് പറയേണ്ടത്. റസൂലുള്ളാഹിനോട് പറയേണ്ടത് ആജാതി വർത്താന. ഫബർഹാമു ഹാദൽ അബ്ദു ഫി ആജിലിൻ, ഈ ലോകത്തിനെ നന്നാക്കി തരണം, ഈ ലോകത്തെ കാര്യം. ഫി ആജിലിൻ, ഈ ലോകത്തെ കാര്യത്തിലും, മുഅജ്ജലിൻ, പരലോകത്തെ കാര്യത്തിലും. ഈ ലോകത്തെ കാര്യത്തിൽ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്താ? ഹിദായത്ത് കിട്ടുക. റൗളാ ശരീഫ് നമ്മളിപ്പോൾ ഒരു ദിവസം 17 വട്ടം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയണം അല്ലേ? പറയും മനുഷ്യന്മാരെ, ഒരു ദിവസം 17 വട്ടം എന്ത് പറയണം? ഇനി റൗളയുടെ മുന്നിൽ പോയാൽ എനിക്ക് പറയാനുള്ളത് എന്താ? അത് അവിടെ എഴുതി ഒപ്പിട്ട് വാങ്ങുക. ഇനി അത് ക്ലിയറാക്കുക. അപ്പോൾ അവിടെ എൻ്റെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിന് ഒപ്പായി. ഇത് റസൂലുള്ളാ സെൽ തുറത്ത അവിടെ എന്ത് ചോദിച്ചാലും നൽകപ്പെടും. അപ്പോൾ ഈ റൗളാൻ്റെ മുന്നിൽ പോയി നിന്നാൽ എന്താ പറയേണ്ടത്? എന്താ പറയുക? പണി ഇട്ടില്ല എന്നല്ല വലിയ പറയേണ്ടത്. പണി കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? എനിക്ക് പണി ഉണ്ടായില്ല എന്നാൽ എന്താ പ്രശ്നം? ഇടപെടെ ഈ ലോകത്ത് ഈ കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ പണി ഉണ്ടായിരുന്നു. പറ മനുഷ്യ, കോടാന 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 കോടി കിയാമന്നാൾ വരെ ഒരാൾ കോടാന കോടി എന്ന് പറഞ്ഞാൽ തീരാത്തത്ര മനുഷ്യന്മാരിവിടെ കഴിഞ്ഞു പോയി. ഓൽക്കൊക്കെ പണി ഉണ്ടായിരുന്നോ? എല്ലാവരും പണിയും ബാങ്ക് ബാലൻസ് ഉള്ളവരോ ഇവിടെ ജീവൻ പോയത്? അതിൽ പണി ഉള്ളവരുണ്ടായിരുന്നു, രണ്ടോട്ടും ജീവൻ പോയി മരിച്ചു, ഖബർ കൊണ്ടുപോയി കുഴിച്ചിട്ടു. പണിയുള്ളവരുണ്ട്, പണിയില്ലാത്തവരുണ്ട്. പണിയുള്ളവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കും, പണിയില്ലാത്തവൻ വേറെല്ല പോക്കറ്റിൽ നിന്ന് എടുത്തതിന്ന് എടുക്കും. എന്നാലും അങ്ങനെയാണ് ഒപ്പിച്ചു പോകും. ഒരു ദിവസം പണിക്കോകാത്ത ആളുകളും നമ്മുടെ സമുദായത്തിൽ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളെ ലോകത്ത് കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൽക്കും പെണ്ണുങ്ങളും കുട്ടികളുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പണിക്കോയി മരിക്കാൻ പണിൻ്റെ ഒരു കൂലി വൈകുന്നേരം ആകുമ്പോൾ വാങ്ങിയ ഒരാളില്ല, വാങ്ങാത്ത ആളും ഇവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. ഒരു പണി കിട്ടി, പൈസ ഉണ്ടായി, പൈസ ഉണ്ടായില്ല, കച്ചവടം വളർന്നു, കച്ചവടം പൊട്ടി, എന്നിട്ട് എന്ത്? അതിലിപ്പോൾ എന്താ കാര്യം? പ്രശ്നം എന്താ? അന്ന് പ്രശ്നം ഒറ്റൊന്നാണ്. ഒരു ദിവസം 17 വട്ടം യാചിക്കുകയാണ്. എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നബിൻ്റെ അടുത്ത് എന്നാൽ അത് എഴുതി വാങ്ങണം. ഹബീബായ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ റസൂലുള്ളാഹിൻ്റെ അടുത്ത് എന്നാൽ അത് എഴുതി വാങ്ങണം. ഹബീബായ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയാൽ അത് എഴുതി വാങ്ങണം. നബിയെ, നിങ്ങൾ എനിക്ക് ഈ ലോകത്ത് ഞാൻ നന്നായി തീരാൻ എനിക്ക് ശഫാഅത്ത്